ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിൽ എനിക്കും ചെറിയ നിലയിലൊരു ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചതിൽ കർത്താവിന് നന്ദി കരയറ്റുന്നു. ശരണപുരുഷന്റെ ചെന്നവളം റീജിയൻ സഭകളുടെ ഭാരവാഹികളായ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും, പ്രത്യേക ഷാരോൺ സഭകളുടെ ജനറൽ പ്രസിഡന്റ് പ്രൊഫസർ ഫിനി സാറ്, സഭാ സെക്രട്ടറി പ്രൊഫസർ സാമുവൽ സാറ്, എറണാകുളം റീജിയൻ സഭകളുടെ അധ്യക്ഷനായിരിക്കുന്ന തോമസ് ബേബി സാറ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, സെഷൻ പാസ്റ്റേഴ്സ്, അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, സെക്രട്ടറിമാർ, പത്രികാ സംഘടനകളുടെ ചുമതല വഹിക്കുന്നവർ, ദൈവമക്കൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യും. പള്ളിക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടന്നതുകൊണ്ട് എനിക്ക് 10 മിനിറ്റ് ദൈവം സംസാരിക്കാൻ അവസരം ലഭിച്ചു. എല്ലാ പ്രാവശ്യവും കൺവെൻഷൻ പള്ളിക്കര നടന്നെങ്കിൽ 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം ലഭിക്കുമായിരുന്നു. ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു പ്രശ്നം പത്രത്തിൽ എഴുതാനും ക്ലാസ്സിൽ പഠിപ്പിക്കാനുമേ വിധിച്ചിട്ടുള്ളൂ. പിന്നെ അതങ്ങ് കോപ്പി ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ കോപ്പിയായി പോയിട്ടുണ്ടാകും. എങ്കിലും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ സന്ദർഭത്തെ അവസരമായി കരുതുകയാണ്. എനിക്ക് ലഭിച്ച സമയം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേഗത്തിൽ ചില തിരുവചന ചിന്തകൾ, ആത്മീയ വെളിപ്പാടുകൾ നിങ്ങളെ അറിയിച്ച ദിവസത്താണിരുപ്പാൻ ദൈവകൃപയെ ഞാൻ ആശ്രയിക്കുന്നു. ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിക്കര സെക്ഷനിൽപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, പള്ളിക്കര സഭയിലെ ആ ദൈവമക്കൾ എല്ലാവരും ഇവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം ചേർന്ന് അധ്വാനിച്ച എല്ലാവർക്കും എൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഒരു വാക്ക് ഞാൻ നന്ദി പറയുന്നു. ആരോടും ഒന്നും പറയേണ്ടാത്ത വിധം എല്ലാവരും എല്ലാം ഭംഗിയായി ചെയ്തു. ഒരു വാക്ക് എൻ്റെ പേരിൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. Did you receive Holy Spirit when you believed? പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയോട് ചോദിച്ച ചോദ്യമാണ്. സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 20 വർഷം പിന്നിടുമ്പോൾ കർത്തദാസൻ അപ്പോസ്തലൻ ആ സഭയോട് ചോദിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? മറുപടി, പരിശുദ്ധാത്മാവിനെ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നീട് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റി നമുക്കറിയാം. ഞാൻ ഇനിയും ഈ വായിച്ച വേദഭാഗത്തിന്റെ സന്ദേശം എന്റെ വാക്കുകൾ അവസാനിക്കുമ്പോഴായിരിക്കും ഞാൻ പറയുക. അതിന്റെ വചന വെളിപ്പാട് ഞാൻ അവസാനം പറയും. അതിനു മുമ്പ് നിങ്ങളെ ചില ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇസ്രായേൽ മക്കൾക്ക് പ്രധാനമായിട്ട് 3 ഉത്സവങ്ങളുണ്ടായി. നമുക്കറിയാം. പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാരം പെരുന്നാൾ. കൂടാരം പെരുന്നാൾ 7 ദിവസം ആഘോഷിക്കപ്പെടുന്നത്. ആ ആഘോഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം, സമാപന ദിവസം, യെരൂശലേം ദേവാലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവിടുത്തെ ചടങ്ങ് ഇങ്ങനെയാണ്. ആ ഉത്സവത്തിന്റെ മഹാദിനം, ഒടുക്കത്തെ നാള്, മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ സ്വർണ്ണകലശത്തിൽ ശീലോഹ കുളത്തിൽ നിന്ന് വെള്ളവും ഏന്തിക്കൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുള്ള യെരൂശലേം ദേവാലയത്തിലേക്ക് വലിയ ഘോഷയാത്ര പോകും. ഈ ഘോഷയാത്രയുടെ മുൻപിൽ മഹാപുരോഹിതൻ നടന്നു പോകും. ഏറ്റവും ഒടുവിൽ ഈ കയ്യിൽ കരുതിയിരിക്കുന്ന വെള്ളം ദേവാലയത്തിനടുത്ത് യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുന്നതോടുകൂടിയാണ് ആ ചടങ്ങ് പര്യവസാനിക്കുന്നത്. ഈ കയ്യിൽ കരുതിക്കൊണ്ട് പോകുന്ന വെള്ളം പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതായിരുന്നു. പക്ഷേ ഈ കൂടെ നടന്നു പോകുന്ന ജനവിഭാഗങ്ങൾക്ക് അതിന്റെ ആന്തരിക അർത്ഥമോ ആത്മിക അർത്ഥമോ ഒന്നും അറിയത്തില്ലായിരുന്നു.
എന്നാൽ സാക്ഷാൽ വചനമായ ക്രിസ്തു, വചന വെളിപ്പാടായ ക്രിസ്തു ദേവാലയ പരിസരത്തിരുന്നു കൊണ്ട് അവരോട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അവർ ഏതാണ്ട് 1 കിലോമീറ്റർ 15 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. കയ്യിൽ കരുതിയിരുന്ന തുരുത്തിയിലെ വെള്ളമെല്ലാം അവസാനിച്ച് അവർ ദേവാലയ പരിസരത്തോട്ട് അടുക്കുമ്പോൾ സ്വാഭാവികമായ ദാഹം വരെ അരട്ടിയിട്ടുണ്ട്. ദാഹപരവശരായി ഒരിറ്റ വെള്ളത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന ആ സമയത്ത് ശാരീരികമായ ദാഹത്തിന്റെ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ട് അപ്പുറത്ത് നടക്കുന്ന ആത്മീകമായ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. എന്താ കർത്താവ് എങ്ങും തൊടാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? ഈ പ്രസ്താവനയുടെ പിൻപിലെ അർത്ഥം എന്താണ്? ഈ പ്രസ്താവനയെ പിടിച്ചുകൊണ്ടാണ് പിന്നീട് പൗലോസ് ദൈവസഭയോട് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. രാവിലെ നമ്മൾ സങ്കീർത്തനത്തിലൂടെ കേട്ടു, ഒരു നദിയുണ്ട്, അത് വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദിയാണ്. ആ നദി പുറത്തുകൂടി ഒഴുകുന്നതാണെങ്കിൽ ക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും നദി ഒഴുകും. പുറത്തുകൂടി ഒഴുകുന്ന നദിയല്ല, ദേവാലയത്തിന്റെ പുറത്തുകൂടിയല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. കാരണം വിശ്വസിക്കുന്നവൻ ദൈവാലയമായി മാറുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവാലയമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദിയായി പുറത്തേക്ക് ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനമാണ് ക്രിസ്തു നൽകിയത്. ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പൗലോസ് പിന്നീട് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നമ്മൾ ചിലപ്പോ എന്നോട് ചോദിക്കാറുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ചോദിക്കണം. ഞാൻ പറയാറുണ്ട്, സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയാറുണ്ട്. അതിന്റെ മർമ്മം അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ യേശു ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്? ഈ കൂടാര പെരുന്നാളിൽ ആളുകൾ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം മരുഭൂമിയിൽ നടത്തിയ ദൈവത്തിന്റെ അത്ഭുത വിധങ്ങളെ ഓർക്കാൻ വേണ്ടിയാണ്. അവർ 4 കാര്യങ്ങൾ അറിയണമായിരുന്നു. പൂർവികർ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അറിയണം. എന്താണ്? മരുഭൂമിയിലും മന്ന കൊടുക്കാൻ ദൈവത്തിന് കഴിയും. മരുഭൂമിയിലും നീരുറവ കൊടുക്കാൻ ദൈവത്തിന് കഴിയും. അത് ഒരു ദിവസമല്ല, അത് ഒരു മാസമല്ല, ഒരു വർഷമല്ല, 40 വർഷമല്ല, ഒരു ആയുസ് മുഴുവനും മരുഭൂമിയിൽ ഒന്നുമില്ലാത്തിടത്ത്, ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് തന്റെ ജനത്തെ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം തെളിയിക്കുകയായിരുന്നു മരുഭൂമിയിൽ. ഇതിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ കൊള്ളയായി പോകും, ഞങ്ങൾ തിരിച്ചു പോകും, ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ഇറച്ചിയുണ്ടോ, ഇവിടെ മന്നയുണ്ടോ, ഇവിടെ അപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നോട് ഭക്ഷണത്തിന്റെ പേരിൽ പിറുപിറുക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളുടെ കാര്യം പറഞ്ഞ് എന്നോട് പിറുപിറുക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ ഈ മരുഭൂമി കിടക്കത്തില്ല. നാളത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി എന്നോട് നിങ്ങൾ പിറുപിറുത്തെങ്കിൽ, പിറുപിറുത്ത ദുഷ്ടസഭയെന്ന വായിക്കുന്നു നമ്മൾ. ദൈവത്തെ അവിശ്വസിച്ച ദുഷ്ടസഭ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഈ മരുഭൂമി കിടക്കത്തില്ല, പക്ഷേ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം ഒടുങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നിങ്ങളുടെ ജീവിതം സ്വാഭാവികമായി അവസാനിക്കുന്നത് വരെ ഞാൻ നിങ്ങളെ പോറ്റും, ഞാൻ നിങ്ങളെ പുലർത്തും. നിങ്ങൾ അറിയും, മരുഭൂമിയിൽ ഒരു ആയുസ് മുഴുവനും നിങ്ങളെ നടത്താൻ പ്രാപ്തിയുള്ളവനാണ് ഞാനെന്ന് നിങ്ങൾ അറിയൂ. നമ്മളിങ്ങനെ വായിക്കണം, അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയിൽ നല്ലോ അവർ കുടിച്ചത്, ആ പാറയിൽ നല്ലോ അവർ കുടിച്ചത്, അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. ഒഴുകി വന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ആ നദിയാണ്, ജീവജല നദി. അവർ കുടിച്ചു. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവൻ കുടിക്കുകയല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഒഴുകുകയാണ്. ജീവജല നദി പുറത്തേക്ക് ഒഴുകുകയാണ്. പഴയ നിയമ ഭക്തൻ പുറത്തു നിന്ന് കോരി പിടിച്ചപ്പോൾ, പഴയ നിയമ ഭക്തൻ പരിശുദ്ധാത്മാവിനെ പുറത്ത് കണ്ടപ്പോൾ, പുതിയ നിയമ ഭക്തന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി പുറത്തേക്ക് ഒഴുകുകയാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. വചന വെളിപ്പാടാണ്. നിങ്ങളെ നടത്താൻ ഞാൻ ശക്തനാണ്. മരുഭൂമിയിൽ നിങ്ങളെ നടത്താൻ, ഒരു ആയുസ് നിങ്ങളെ നടത്താൻ ശക്തനാണ്. ഭക്ഷണത്തിന്റെ പേരിൽ പിറുപിറുത്ത ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അപ്പുറത്തെത്തിക്കും, പക്ഷെ നിങ്ങൾക്ക് സ്വാഭാവികമായ മരണം സംഭവിക്കുന്നത് വരെ നിങ്ങൾ നടന്നോ, നിങ്ങൾ പഠിക്ക്, നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങളെ നടത്താൻ എനിക്ക് കഴിയുമോ ഇല്ലയോ?
രണ്ടാമത് അറിയേണ്ടിയിരുന്ന കാര്യം, മരുഭൂമി ഒരു താൽക്കാലികമായ യാത്ര മാത്രമാണ്. അതിനപ്പുറത്തൊരു ലക്ഷ്യമുണ്ട്, ഒരു വാഗ്ദത്ത നാടുണ്ട്. ഈ മരുഭൂമിയിൽ ആഗ്രഹിക്കേണ്ടതേ ആഗ്രഹിക്കാവൂ. മരുഭൂമിയിൽ ആവശ്യമുള്ളത് നേടി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുക മാത്രമേ ചെയ്യാവൂ. ഇവിടെ കിടന്ന് ഒരുപാട് ആഗ്രഹിക്കരുത്, ദുർമോഹം അരുത്. ഇത് മരുഭൂമിയാണ്, ഇത് യാത്രയ്ക്ക് വേണ്ടിയുള്ളതാ. ഇവിടെ നടന്നു നീങ്ങുകയാണ്, ഇവിടെ കിടക്കുകയല്ല, ഇവിടെ ഒടുങ്ങാനുള്ളവരല്ല. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തില. പുതിയ വെളിപ്പാട്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തില. ഈ ഭൂമിയിൽ ഒന്നിനും വേണ്ടി നിങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആഗ്രഹിക്കരുത്, നിങ്ങൾ വ്യാമോഹിക്കരുത്, നിങ്ങൾക്ക് ദുർമോഹം അരുത്. 1 Corinthians 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ ആത്മീക പാനീയം കുടിച്ചു, അവർ ആത്മീയ ആഹാരം കഴിച്ചു, മോശയോടൊപ്പം ചേർന്ന് നടന്നു, അവർ ആത്മീക മന്ന കഴിച്ചു. പക്ഷെ മന്ന തിന്നവർ മരുഭൂമിയിൽ പട്ടുപോയി. നിങ്ങൾക്കത് സംഭവിക്കരുത്. കാരണം അവർ മരുഭൂമിയെ സ്ഥിരവാസമാക്കി മനസ്സിലാക്കി. വാഗ്ദത്ത നാടിനെ മറന്നുപോയി, ലക്ഷ്യത്തെ മറന്നുപോയി. മരുഭൂമി ദൈവത്തോട് പെരുവിരുന്നു. മരുഭൂമിയിൽ ഭൗതികതയ്ക്ക് വേണ്ടി പരിധി വിട്ടവർ ആഗ്രഹിച്ചു, അവർ മരുഭൂമിയിൽ പട്ടുപോയി. രണ്ടാമത്തെ അറിവ്, മരുഭൂമി താൽക്കാലികമാണ്, ഈ ലോകം താൽക്കാലികമാണ്. നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാണ്, ഉയരത്തിലുള്ളതല്ലേ. ചിന്തിപ്പീൻ. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. ലോകത്തെ ജയിച്ചവനായ കർത്താവ് കൂടെയുണ്ട്. മൂന്നാമത്തെ ചിന്ത, മരുഭൂമി താൽക്കാലികമാണെന്ന് അറിയുന്ന ജനം അറിയണമായിരുന്നു, ഞങ്ങൾക്കൊരു കനാൻ നാടുണ്ട്, ഞങ്ങൾക്കൊരു വാഗ്ദത്ത നാടുണ്ട്. ഇത് താൽക്കാലികമാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അവിടേക്ക് ഓടിയെടുക്കേണ്ട ജനം മരുഭൂമിയിൽ ഭക്ഷണത്തിന് വേണ്ടി മത്സരിച്ചു. ലക്ഷ്യം മറക്കരുത്. നമ്മുടെ പൗരത്വം എവിടെയാണെന്നതിനെ പറ്റി മറക്കരുത്, നിത്യതയെ മറക്കരുത്. ഇന്ന് ദൈവസഭ ഒരുമിച്ച് കൂടുമ്പോൾ പലപ്പോഴും ഭൗതികതയെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഭൗതികത പറയുമ്പോൾ കൈയടിച്ച് ആത്മാവിലാകാറുണ്ട്. പക്ഷേ നിത്യതയുടെ ചിന്തകൾ അപ്രസക്തമായി പോകുന്നു, ലക്ഷ്യം തെറ്റിപ്പോകുന്നു, വഴി മാറിപ്പോകുന്നു. ഈ യാത്രയെ, ഈ താൽക്കാലിക യാത്രയെ നിത്യത മറന്നുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഓർക്കണം, മരുഭൂമിയിൽ പട്ടുപോകൂ. നിങ്ങൾ മരുഭൂമിയിൽ ഒടുങ്ങേണ്ടവരല്ല. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയാ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മരണത്തെ പോലും വെല്ലുവിളിക്കാൻ താഴെയുള്ളവരായി നിലകൊള്ളേണ്ട ദൈവജനം. ലക്ഷ്യം മറന്ന് യാത്ര ചെയ്യരുത്. നാലാമത്തെ അറിവ്, അവർ അറിയേണ്ട അറിവ്, അവരെ ആരാധിക്കാൻ വേണ്ടിയാ മരുഭൂമിയിൽ കൊണ്ടുവന്നത്. എന്റെ ജനത്തെ ആരാധിപ്പാൻ മരുഭൂമിയിലേക്ക് വിട്ടയക്കാം. അവർ ആരാധിക്കണമായിരുന്നു, ആരാധന മറന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. ഇത് നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് കാളക്കുട്ടി ആരാധിക്കുമ്പോ ആരാധന മറന്നുപോയ ജനം. പുതിയ നിയമ വെളിപ്പാട്, രവ്യാഗ്രഹം, ഈ ലോകത്തിന്റെ മോഹം ദൈവത്തെ നമ്മെ വഴിതെറ്റിക്കും. ആ ലക്ഷ്യബോധമില്ലായ്മ ദൈവത്തിന് നമ്മെ വഴിതെറ്റിക്കും. പ്രിയമുള്ളവരെ, ലക്ഷ്യം തെറ്റരുത്. പുതിയ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 2 Corinthians 13:5, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. വിശ്വാസത്തിലിരിക്കുന്നുവോ? എന്താ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പട്ടുപോകാനുള്ള കാരണം? ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സമയപരിധി കൊണ്ടൊരു വാക്ക് ഞാൻ വേഗത്തിൽ ഉപസംഹരിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ അവർ ഓർക്കുമ്പോ തലമുറകളും ഓർക്കണം. ആ പഴയ നിയമ വെളിപ്പാടിനെ നമ്മളും ഓർക്കുന്നു. പുതിയ നിയമ ഭക്തൻ നമുക്ക് വിവരിച്ചു തരുന്നു, നിങ്ങളും ദുർമോഹികളാകരുത്. അവർ ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, മോശയുടെ കൈപിടിച്ചവർ നടന്നു. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി. നമ്മുടെ ഈ കൺവെൻഷന്റെ 1-ാം ദിവസം രാത്രിയിൽ നമ്മൾ കേട്ടു, അന്ന് മന്ന തിന്നവർ അവിടെ മരിച്ചു വീണു. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവന്റെ അപ്പമായ ക്രിസ്തു പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. മോശയോട് കൂടെ നടന്ന ഈ ഭൂമിയിലെ മന്ന തിന്നവർ മരുഭൂമിയിൽ മരിച്ചു വീണെങ്കിൽ ക്രിസ്തു പറഞ്ഞു,
ജീവന്റെ അപ്പമായ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുവേ. അപ്പത്തിന് വേണ്ടി വിശക്കണം, വെള്ളത്തിന് വേണ്ടി ദാഹിക്കണം. ഏതായി അപ്പം? ജീവന്റെ അപ്പമായ ക്രിസ്തു. അടുത്ത ചിന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജീവന്റെ ജലമാണ്. ഏതാ ജീവന്റെ ജലം? ജീവന്റെ അപ്പം ക്രിസ്തു, ജീവന്റെ ജലം പരിശുദ്ധാത്മാവ്. ശമര്യക്കാരത്തിയോട് യേശു പറഞ്ഞു, നീ ആരോടാ ചോദിക്കുന്നതെന്ന് നിനക്കറിയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. യോഹന്നാനിലാണ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ യോഹന്നാൻ പറയുന്നത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മറ്റിടത്ത് വായിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവജലത്തിന്റെ നദി പുറത്തുനിന്ന് അകത്തോട്ടല്ല, അകത്തു നിന്ന് പുറത്തോട്ട്. എത്ര വലിയ ആത്മീയ വെളിപ്പാടാണ്! എന്തിനെന്നറിയാമോ കർത്താവ് ഇത് പറഞ്ഞത്? ഈ 4 കാര്യങ്ങളെ അവർ മറന്നു. മരുഭൂമിയാണെന്നത് മറന്നു, അത് ദൈവം നടത്തുന്നവനാണെന്നുള്ള കാര്യം മറന്നു, ആരാധിക്കാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവന്നുള്ള കാര്യം മറന്നു, അവർക്കൊരു ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം മറന്നു. ഇത് മറക്കാനുള്ള കാരണം എന്താ? ദൈവത്തെ അവർ അവിശ്വസിച്ചു. കൺവെൻഷന്റെ 1-ാം ദിവസം രാത്രി നമ്മൾ ആദ്യം കേട്ടു, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ദൈവത്തെ വിശ്വസിക്കണമെന്ന് 2-ാമത്തെ മെസ്സേജിൽ കേട്ടു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു, കർത്താവ് യേശു നമ്മോട് സംസാരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ. മരുഭൂമിയിൽ പട്ടുപോകാനുള്ള കാരണം അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, ദൈവത്തെ അവിശ്വസിച്ചു. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് 500-ൽ താഴെ തവണകൾ എഴുതി തന്നു. ആവർത്തിച്ചു പറഞ്ഞു, വിശ്വസിക്കുക. 1000 തവണ ഈ വാഗ്ദത്തം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, വിശ്വസിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും, എത്ര എളുപ്പം വിശ്വസിക്കാൻ, എത്ര എളുപ്പമാണ്. അത് എളുപ്പമല്ലെന്നാണ് ഇസ്രായേൽ മക്കളുടെ ജീവിത അനുഭവത്തിലൂടെ കർത്താവ് പഠിപ്പിച്ചു തരുന്നത്. വിശ്വസിക്കുന്ന അത്ര എളുപ്പമല്ല. എളുപ്പമുള്ളൊരു കാര്യമുണ്ട്. യേശുവിനെ ഞാൻ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്റർ ജലത്തിൽ സ്നാനം കഴിപ്പിക്കും. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കണമെന്ന തിരുവചനത്തിന്റെ വ്യവസ്ഥ ഉൾക്കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ആത്മിക വെളിപ്പാട് സ്നാനത്തിൽ ആദം എന്ന നമ്മുടെ ജഡത്തെ കുഴിച്ചിട്ട് ക്രിസ്തുവിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്തുവിനോട് ചേരുന്നത് വിശ്വാസത്തിന്റെ അടയാളം തന്നെയാണ്. പക്ഷെ തെളിയിക്കണം. ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. തെളിയിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവസഭ തെളിയിക്കണം, ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാ, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചവനാ. ജീവന്റെ അപ്പം വാങ്ങി തിന്നവൻ തെളിയിക്കണം, ഞാൻ ജീവന്റെ ജലവും കൂടി ആസ്വദിച്ചിട്ടുണ്ട്. യേശു ജീവന്റെ അപ്പമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ജീവന്റെ ജലമാണ്. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ ആത്മപ്രവാഹത്തിൽ മാതൃഭാഷ അപ്രസക്തമായി പോകും. മാതൃഭാഷ പരിമിതപ്പെടും. മാതൃഭാഷ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് അന്യഭാഷ പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൗലോസ് സഭയോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലുള്ള നേട്ടം എന്താണ്? വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവൻ മരണത്തെ വെല്ലുവിളിക്കാനുള്ള ശക്തിയിലേക്ക് ഉയരുന്നു. മരണം ഭക്തന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കും. അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല. യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. അവൻ പരിശുദ്ധാത്മാവിനാൽ വളർന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് പോയി. അവൻ ആത്മാവിൽ അത്ഭുതങ്ങളെ ചെയ്തു. അവൻ ആത്മാവിൽ മരിച്ചു.
നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ദൈവ കുഞ്ഞാണ്. എന്താണെന്ന് അറിയാമോ ആത്മാവിന്റെ പ്രത്യേകത? പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവന്റെ പ്രത്യേകത അവനെ മരണം കാണിച്ച് ഭയപ്പെടുത്താൻ പറ്റത്തില്ല. If you kill me, I will resurrect within 3 days. 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയോ, പുനരുത്ഥാനത്തിന്റെ ശക്തിയോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നവൻ മരണത്തെ ഭയപ്പെടത്തില്ല. മരണം കാണിച്ച് ക്രിസ്തുഭക്തനെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല. പഴയ നിയമ ഭക്തൻ മരണത്തിന് മുന്നിൽ പേടിച്ച് പിന്മാറിയപ്പോൾ പുതിയ നിയമ ഭക്തനെ മരണത്തിന് പോലും കീഴ്പ്പെടുത്താൻ പറ്റില്ല. 2-ാം നൂറ്റാണ്ടിൽ പോളികാർപ്പ് എന്ന ഭക്തൻ 86 വയസ്സുണ്ട്. അദ്ദേഹത്തോട് റോമൻ പടയാളികൾ ചോദിച്ചു, നിനക്ക് യേശുവിനെ തള്ളിപ്പറയാം, നിന്നെ ഞങ്ങൾ ഇപ്പൊ രക്ഷിക്കാം. പോളികാർപ്പ് മറുപടി പറഞ്ഞു, 86 വയസ്സായി, ഇന്നുവരെ എനിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലാത്ത, എനിക്ക് നിത്യത വാഗ്ദാനം ചെയ്ത, മരണത്തിനപ്പുറത്തേക്ക് എനിക്കൊരു ജീവിതം ഉറപ്പു നൽകിയ ആ യേശുവിനെ ഞാൻ എന്തിന് തള്ളി പറയണം? ആ നിമിഷം അദ്ദേഹത്തെ കത്തിച്ചു കൊന്നു, ജീവനോടെ ദഹിപ്പിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, മരണത്തിന് ക്രിസ്തുഭക്തനെ ഭയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നവൻ ആരായാലും, if anyone come after me, take up his cross and follow me. ക്രൂശ് എടുത്ത് അനുഗമിക്കുക, മരിക്കാൻ തയ്യാറായി അനുഗമിക്കുക, മരിക്കാൻ സന്നദ്ധനായി അനുഗമിക്കുക. അവസരങ്ങൾ കാണിച്ച് ഭയപ്പെടുത്താൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ അവസരങ്ങൾ കാണിച്ച് ഭയപ്പെടുത്താൻ പറ്റത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല. ഞാൻ ജീവിക്കുമെന്ന് പറയും. മരണം കൊണ്ട് ഒതുക്കി കളയാൻ പറ്റാത്ത ആ പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, സഹായിയായ പരിശുദ്ധാത്മാവ്, അഡ്വക്കേറ്റായ പരിശുദ്ധാത്മാവ്, കൃപാവരങ്ങളെ ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, ഫലദായകമായ ജീവിതത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന പരിശുദ്ധാത്മാവ്, നിത്യതയ്ക്ക് വേണ്ടി വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്, മരണത്തിൽ നിന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തി. When the Holy Spirit comes upon you, you will be my witness. You will be my witness. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കാൻ പോലും തയ്യാറുള്ളവരായി മാറും. ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോ ഭയചകിതരായി പേടിച്ച് പിന്മാറിയ പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ ആവസിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് 3000 പേരുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച് കൊന്ന യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. മരണം കണ്ട് ഭയപ്പെട്ട് പിന്മാറിയവർ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടപ്പോൾ അവർ തിരിച്ചു വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവർ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ എന്ത് പ്രസംഗമാ? പുനരുത്ഥാനമില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. വിശ്വസിക്കുക, വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുന്നതിനുള്ള തെളിവാ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നത്. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? മരിക്കാൻ തയ്യാറായവനെ ഒരു ചാറ്റൽ മഴ കൊണ്ട് പേടിപ്പിക്കാൻ പറ്റുമോ? ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു തോട്ടുണ്ട്. When it's rain, all the birds fly for the shelter, but eagle alone flies above the cloud. മഴ വരുമ്പോ, കാർമേഘം കാണുമ്പോ കൊച്ചു കൊച്ചു പക്ഷികളെല്ലാം മരച്ചില്ലകളിൽ അഭയം പ്രാപിക്കും. പക്ഷെ കഴുകൻ കാർമേഘം കൊണ്ട് ഭയപ്പെടുത്താൻ പറ്റാത്ത കഴുകൻ മേഘങ്ങൾക്ക് മുകളിൽ പറക്കും. മേഘങ്ങൾക്ക്, കാർമേഘങ്ങൾക്ക്, മഴമേഘങ്ങൾക്ക് മുകളിൽ പറക്കാൻ ത്രാണിയുള്ള കഴുകനെ ആർക്കും ഭയപ്പെടുത്താൻ പറ്റില്ല. അവൻ പ്രതിസന്ധികൾക്ക് മുകളിലാ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രതിസന്ധികൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത, പ്രതിസന്ധികളെ ചവിട്ടി വലിച്ചു മുന്നേറുന്ന, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല അധികാരത്തെയും ചവിട്ടി മുന്നേറാൻ താഴെയുള്ള ദൈവത്തിന്റെ സഭ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന്റെ അടയാളമാണ്. ഭയപ്പെടുത്താൻ പറ്റത്തില്ല, കൊന്നുകളയാൻ പറ്റത്തില്ല. കൊന്നുകളഞ്ഞാലും എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ആത്മശക്തിയാണ്, ഈ ജീവജല നദിക്ക് വേണ്ടിയാ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുത്തോട് പറഞ്ഞത്, നിങ്ങളെ നടത്തിയ വിധങ്ങളെയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഭൗതിക സാഹചര്യങ്ങളെ ഓർക്കുന്നുണ്ട്.
ഏത് മീറ്റിംഗ് വന്നാലും പ്രശ്നം, കടഭാരം, രോഗം, ദുഃഖം, എല്ലാത്തിനും വിടുതലുണ്ട്, എല്ലാത്തിനും സൗഖ്യമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ലക്ഷ്യം മറന്നുകൊണ്ടാവരുത് മരുഭൂമിയിലെ യാത്ര. നിത്യത മറന്നുകൊണ്ടാകരുത് മരുഭൂമിയിലെ യാത്ര. ഒരു ലക്ഷ്യമുണ്ട്. അവിടേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ മരുഭൂമിയിൽ ചത്തടങ്ങ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതിനുള്ള ദൈവം അനുഗ്രഹിക്കുവാൻ.